ഹലോ ഡിയേഴ്സ്, നമുക്ക് സെക്കൻഡ് ചാപ്റ്ററിൽ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. ബാക്കിയുള്ള ചാപ്റ്റേഴ്സിൽ പറഞ്ഞതൊക്കെ തന്നെയാണ് ചിലത് ഈ ഒരു ചാപ്റ്ററിലുള്ളത്. ഇതിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇൻഡിജിനസ് ബാങ്കേഴ്സ്, അതുപോലെ RRB ചോദിക്കാറുണ്ട്. പിന്നെ നമുക്ക് കൊമേഴ്സ്യൽ ബാങ്ക്, കോപ്പറേറ്റീവ് ബാങ്ക്, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതൊക്കെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ളതുമാണ്. പിന്നെ പറയാത്ത ചില കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു ചാപ്റ്ററിനകത്തുള്ളൂ. നമുക്ക് നിങ്ങൾ ക്വസ്റ്റ്യൻ വരുമ്പോൾ ടൈപ്സ് ഓഫ് ബാങ്ക്സ് ചോദിക്കുമ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. ഇതിൻ്റെ തുടക്കത്തിലുള്ള ഒരു ഡയഗ്രാം ഞാൻ നിങ്ങൾക്ക് ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. അതായത് ആ ഡയഗ്രത്തിൽ സ്ട്രക്ചറിൻ്റെ ബേസിസിലുള്ള ബാങ്കിൻ്റെ ക്ലാസിഫിക്കേഷനാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് 5 രീതിയിൽ ഒരു ബാങ്കിനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫംഗ്ഷൻ്റെ ബേസിൽ, സ്ട്രക്ചറിൻ്റെ ബേസിൽ, ഡൊമിസൈൽ, പിന്നെ പ്രൊസീജിയർ, അങ്ങനെ കുറച്ചൊരു 5 കാര്യങ്ങളുടെ ബേസിസിൽ ബാങ്കിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൽ ഈ ഒരു ചാപ്റ്ററിനകത്ത് സ്ട്രക്ചറിൻ്റെ ബേസിസിലുള്ള ക്ലാസിഫിക്കേഷനും ഫസ്റ്റ് ചാപ്റ്ററിൽ ഫംഗ്ഷൻ്റെ ബേസിസിലുള്ള ക്ലാസിഫിക്കേഷൻസാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ സ്ട്രക്ചറിൻ്റെ ബേസിസിൽ ഓർഗനൈസ്ഡും ഉണ്ട്, അൺഓർഗനൈസ്ഡും ഉണ്ട്. അങ്ങനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അൺഓർഗനൈസ്ഡ് എന്ന് പറയുമ്പോൾ മണി ലെൻഡേഴ്സ്, ഇൻഡിജീനിയസ് ബാങ്കേഴ്സ്, അതുപോലെ ഗോൾഡ് സ്മിത്ത്. ഇൻഡിജീനിയസ് ബാങ്കേഴ്സ് എന്ന് പറയുന്നത് മെർച്ചൻ്റ് ബാങ്ക് പോലെ തന്നെയാണ്, പക്ഷേ ഇന്ത്യയിൽ മെർച്ചൻ്റ് ബാങ്ക് എന്നല്ല പറയുക, ഇൻഡിജീനിയസ് ബാങ്കേഴ്സ് എന്നാണ്. ഈ ഒരു ഇൻഡിജീനിയസ് ബാങ്കേഴ്സിനെ കാണാൻ നമുക്ക് ഔട്ട്സൈഡാണ്, അതായത് ഇറ്റലി അങ്ങനെയുള്ള സ്പേസുകളിലാണ് ഈ ഇൻഡിജീനിയസ് ബാങ്കേഴ്സിനെ കാണാം. നമുക്ക് ഇന്ത്യയിൽ മെർച്ചൻ്റ് ബാങ്കേഴ്സാണ്, അതാണ് ഒരു വ്യത്യാസമുള്ളൂ. ബാക്കി നമ്മൾ 3 കാര്യങ്ങളും ഫസ്റ്റ് ചാപ്റ്ററിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. പിന്നെ നമുക്ക് ഓർഗനൈസ്ഡ് എന്ന് പറയുമ്പോൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യുന്ന ബാങ്കിങ് സിസ്റ്റം തന്നെയാണ് ഓർഗനൈസ്ഡിൽ വരിക. അൺഓർഗനൈസ്ഡ് എന്ന് പറയുമ്പോൾ വലിയ പ്രൊസീജിയറൊന്നും ഫോളോ ചെയ്യേണ്ട. അപ്പോൾ ഓർഗനൈസ്ഡിൽ അപ്പെക്സ് അതോറിറ്റി ആരാണ്? സെൻട്രൽ ബാങ്ക് തന്നെയാണ്. സെൻട്രൽ ബാങ്ക് ഏതാ? RBI ആണ്. RBI 3rd ചാപ്റ്ററിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്റർ കൂടിയാണത്. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ പറഞ്ഞു വന്ന് RBIനെ എത്തിയപ്പോഴാണ് ആ ഒരു ചാപ്റ്ററിലേക്ക് കടന്നിട്ട് ആ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് എടുത്തിട്ടുള്ളത്. പിന്നെ വരുന്നത് നമുക്ക് അപ്പെക്സ് അതോറിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് താഴെയുള്ള ബാങ്കുകളിനെ കുറിച്ചിട്ടാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിനകത്ത് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ അതും കുറച്ചൊക്കെ എല്ലാതും ഷോർട്ടേജൊക്കെ വരാനുള്ള ചാൻസുള്ളൊരു ഏരിയ ആണ്. വളരെ ഷോർട്ടായിട്ട് ഞാനത് പറയുന്നുള്ളൂ. ബാക്കി നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് നോക്കിയിട്ട് അതിനെ കൂടുതൽ ഡീപ്പായിട്ട് പഠിക്കാനായിട്ട് നോക്കുക. അതിൻ്റെ ഫങ്ഷൻസും എല്ലാതും കറക്റ്റായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു ബാങ്കിനെ തന്നെ പഠിച്ചാലും നമുക്ക് എല്ലാത്തിലും എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ. നമുക്ക് മണി ലെൻഡേഴ്സിനെ, ഇൻഡിജിനസ് ബാങ്കേഴ്സിനെയും പറഞ്ഞു. ഇനി നമുക്ക് വരുന്നത് കൊമേഴ്സ്യൽ ബാങ്കാണ്. അത് ഓർഗനൈസ്ഡിൽ വരുന്ന ഒരു ബാങ്കാണ്. കൊമേഴ്സ്യൽ ബാങ്ക് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. കോമൺ സേവിങ്സ് ഇതൊക്കെ ചെയ്യുന്ന ബാങ്കുകളാണ് കൊമേഴ്സ്യൽ ബാങ്ക്. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് പെർഫോംസ് എ ഫങ്ഷൻ ഓഫ് ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ഫ്രം ദി ജനറൽ പബ്ലിക് ആൻഡ് ഗിവിംഗ് ലോൺസ് ടു ദ ഇൻവെസ്റ്റ്മെൻറ്റ് വിത്ത് ദ എയിം ഓഫ് ഏർണിംഗ് പ്രോഫിറ്റ്. ഇത് പ്രോഫിറ്റ് ഏൺ ചെയ്യാന്നുള്ള എയിം വെച്ചിട്ട് നമ്മൾ സാധാരണ ഫങ്ഷൻസ് ചെയ്യുന്ന ഒരു ബാങ്കാണ് കൊമേഴ്സ്യൽ ബാങ്ക്. അതിൻ്റെ ഫങ്ഷൻസാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രീവിയസ് ഇയർ essay ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളൊരു ഏരിയയാണ് കൊമേഴ്സ്യൽ ബാങ്ക്സിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. നമുക്ക് 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് പ്രൈമറി ഫങ്ഷനും രണ്ടാമത്തത് സെക്കൻഡറി ഫങ്ഷനുമാണ്. പ്രൈമറി എന്ന് പറയുമ്പോൾ ഡെപ്പോസിറ്റ് റിസീവ് ചെയ്യുക, ലോണ് കൊടുക്കുക, ക്രെഡിറ്റ് ക്രിയേഷൻസ് ഉണ്ടാക്കുക, ചെക്ക് സിസ്റ്റം, പ്ലാസ്റ്റിക് കാർഡ് അതൊക്കെ യൂസ് ചെയ്യുക, ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുക, ഇതൊക്കെയാണ് പ്രൈമറിയിൽ വരുന്നത്. സെക്കൻഡറി ഫങ്ഷൻ എന്ന് പറയുമ്പോൾ അതിനെ വീണ്ടും നമുക്ക് 2ആയി ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഒന്ന് ഏജൻസി സർവീസും ഒന്ന് ജനറൽ യൂട്ടിലിറ്റി സർവീസുമാണ്. ഏജൻസി സർവീസ് എന്ന് പറയുമ്പം ക്രെഡിറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്, അതായത് നമുക്ക് നിങ്ങൾ ട്രഷറി ബില്ല്, അതുപോലെ വല്ല മ്യൂച്വൽ ഫണ്ടുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ചും ഇതൊക്കെ നമ്മൾ കളക്ട് ചെയ്യുക, ഡിവിഡൻറ്റ് കളക്ട് ചെയ്യുക, ഫണ്ടുകൾ ട്രാൻസ്ഫർ ചെയ്യുക, അതുപോലെ ഫോറിൻ എക്സ്ചേഞ്ചിൽ ഡീൽ ചെയ്യുക, സെക്യൂരിറ്റീസ് പർച്ചേസ് ചെയ്യുകയും ചെയ്യുക, സെയിൽ ചെയ്യുകയും ചെയ്യുക, ദെൻ ഓർഡേഴ്സൊക്കെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുക. ഇതാണ് ഏജൻസി സർവീസിൽ ഏജൻ്റായിട്ട് വർക്ക് ചെയ്യുക. കൊമേഴ്സ്യൽ ബാങ്ക് മറ്റൊരു കമ്പനികളുടെയോ പേഴ്സൻ്റെയോ ഏജൻറ്റ് പോലെയായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ ജനറൽ യൂട്ടിലിറ്റി സർവീസ് എന്ന് പറയുമ്പോൾ നമുക്ക്
നമ്മളൊക്കെ ചെയ്യാറുള്ള പോലെ തന്നെ ലോക്കർ ഫെസിലിറ്റീസ്, ട്രാവലേഴ്സ് ചെക്ക് ഇഷ്യൂ ചെയ്യുക, ലെറ്റർ ഓഫ് ക്രെഡിറ്റ്സ് ഇഷ്യൂ ചെയ്യുക, ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക, സെക്യൂരിറ്റീസ് അണ്ടർറൈറ്റ് ചെയ്യുക. സെക്യൂരിറ്റീസ് എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അത് മിക്കതും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതായത് സെക്യൂരിറ്റീസ് ഒരു കമ്പനി ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അതിനെ മൊത്തത്തിൽ ഏറ്റെടുക്കുക ബാങ്ക്, എന്നിട്ട് പബ്ലിക്കിന് ബാങ്ക് ആയിരിക്കും അത് ഇഷ്യൂ ചെയ്യുന്നുണ്ടാവുക. എന്തെങ്കിലും ഷോർട്ടേജ് വരികയാണെങ്കിൽ ബാക്കിയുള്ളത് ബാങ്ക് തന്നെ ഏറ്റെടുക്കും. അങ്ങനെയുള്ള ഒരു പ്രോസസ്സാണ് ഈ അണ്ടർറൈറ്റിങ്. അതിനൊരു കമ്മീഷനും വാങ്ങിക്കും ബാങ്ക്. ദെൻ മെർച്ചൻ്റ് ബാങ്കിങ് ചെയ്യാം. ഇതൊക്കെയാണ് ജനറൽ യൂട്ടിലിറ്റി സർവീസിൽ വരുന്നത്. പിന്നെ ഈ രണ്ട് ഫങ്ഷൻസ്, പ്രൈമറിയും സെക്കൻഡറിയും അല്ലാതെ ഒരു കൊമേഴ്സ്യൽ ബാങ്കിന് ഇന്നോവേറ്റീവ് ഫങ്ഷൻസും കൂടിയുണ്ട്. അതായത് ATM സർവീസുകൾ, ക്രെഡിറ്റ് കാർഡിൻ്റെ ഫെസിലിറ്റീസ്, ടെലി ബാങ്കിങ്, ഹോം ബാങ്കിങ്, ഇൻ്റർനെറ്റ് ബാങ്കിങ്, EFT, ഇലക്ട്രോണിക് ക്ലിയറിംഗ് സർവീസസ്, അതുപോലെ റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റ്, മൊബൈൽ ബാങ്കിങ്. ഇതൊക്കെ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ടോപ്പിക്സുകളാണ്. നമ്മൾ ഇലക്ട്രോണിക് ബാങ്കിങ് എന്ന് പറയുമ്പോൾ അതുമായി കണക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഇന്നോവേറ്റീവ് ഫങ്ഷൻസിൽ വരുന്നത്. നമുക്ക് ബാങ്കിന് ഇക്കണോമിക് ഡെവലപ്മെൻറ്റിലുള്ള റോളുകളാണ്. എന്താണ് റോള്? സേവിങ്സ്, എല്ലാവരിൽ നിന്നും സേവിങ്സ് കിട്ടുന്നുണ്ട് അല്ലേ? ഒരു ബാങ്ക് ഓപ്പൺ ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ മിനിമം ഒരു 2000 രൂപയെങ്കിലും വേണം. അപ്പോൾ ആ ഒരു ക്യാഷ് പബ്ലിക്കിൻ്റെ നിന്ന് സേവിങ്സ് പോലെ കളക്ട് ചെയ്തിട്ട് ഇതിനെ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാകുന്നത്? ക്യാപിറ്റൽ ഫോർമേഷൻ ഉണ്ടാകുന്നു. അതുപോലെ അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റ്, എല്ലാ മേഖലകളിലും ഡെവലപ്മെൻറ്റ്സ് കൊണ്ടുവരാനൊരു ബാങ്കിന് സാധിക്കും. എല്ലാവരുടെയും ക്യാഷ് കളക്ട് ചെയ്തിട്ട് എല്ലാ ഭാഗങ്ങളിലേക്കും ഇത് സ്പ്രെഡ് ചെയ്യുമ്പോൾ ഒരു ബാങ്കിനെ ഇക്കണോമീനെ ഡെവലപ്പ് ചെയ്യാൻ കൂടുതൽ ക്യാഷ് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള റോൾ തന്നെയാണ് ബാങ്കിന് എല്ലായിടത്തും ഉള്ളത്. ഇക്കണോമീനെ മോണിറ്റൈസേഷൻ ചെയ്യുക, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെ, ഓൺട്രപ്രണേഴ്സിനെ ഇന്നോവേറ്റ് ചെയ്യുക, ഇൻ്റർനാഷണൽ ട്രേഡ്, എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ബാങ്കിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അതുതന്നെയാണ് അതിൻ്റെ ഇക്കണോമിക് ഡെവലപ്മെൻറ്റിൻ്റെ റോൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എമേർജിങ് ട്രെൻഡ്സാണ്. ഇതും ചിലപ്പോഴൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. എമേർജിങ് ട്രെൻഡ്സ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ബാങ്കിൽ വന്നിട്ടുള്ള ട്രെൻഡ്സ്, കൂടുതലായിട്ടുള്ള ട്രെൻഡ്സുകൾ ഏതൊക്കെയാണ്? അത് ശരിക്കും ഫസ്റ്റ് നമുക്കൊരു റെഗുലേഷൻ ആക്ട് 1949 ഒരു റെഗുലേഷൻ ആക്ട് വന്നിട്ടുണ്ട്. അതോട് കൂടിയിട്ടാണ് ബാങ്കിൽ കുറേയൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുള്ളത്. നമ്മൾ റെഗുലേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ അവിടെ കുറച്ചുകൂടെ സിസ്റ്റമാറ്റിക് ആയിരിക്കും. ദെൻ നമുക്ക് അതിൽ ബാങ്കുകൾ കുറേ നാഷണലൈസ് ചെയ്തിട്ടുണ്ട്, ഗവൺമെൻറ് ഏറ്റെടുത്തിട്ടുണ്ട്. പിന്നെ ഇൻഷുറൻസ്, ഡെപ്പോസിറ്റ്, അതുപോലെ ബാങ്കിൻ്റെ നമ്പേഴ്സ്, ബ്രാഞ്ച് എക്സ്പാൻഷൻ, ഡെപ്പോസിറ്റ് ആൻഡ് ക്രെഡിറ്റ്സുകൾ കുറേ ഇൻക്രീസ് വന്നിട്ടുണ്ട്, ക്രെഡിറ്റ് എക്സ്പാൻഷൻ വന്നിട്ടുണ്ട്, മൈക്രോ ഫിനാൻസ്, റിസർവ് ബാങ്കിൻ്റെ കൺട്രോള്, ഡെവലപ്മെൻറ്റ് ഓറിയൻറ്റഡ് ബാങ്ക്സിൻ്റെ ഡെവലപ്മെൻറ്റ്സ്, അങ്ങനെയുള്ള മൾട്ടി ചാനൽ ബാങ്കിങ്, ഇങ്ങനെ കുറേ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ട്രെൻഡ്സുകൾ, എമേർജിങ് ട്രെൻഡ്സായിട്ട് നമുക്ക് ബാങ്കിങ്ങിൽ വന്നിട്ടുണ്ടെന്ന് പറയാൻ പറ്റും. അതൊന്ന് ജസ്റ്റ് നിങ്ങൾ അതിനകത്ത് വരുന്ന ഒരു 1-2 ലൈൻസ് വായിച്ചിട്ട് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇനി നമുക്ക് എന്താണ് ഷെഡ്യൂൾഡ് ബാങ്ക് എന്നാണ്. ഷെഡ്യൂൾഡ് ബാങ്ക് എന്ന് പറയുന്നത് വിച്ച് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ സെക്കൻഡ് ഷെഡ്യൂൾ ഓഫ് ദ RBI ആക്ട് 1934. RBI ആക്ടിൽ 1934 സെക്കൻഡ് ഷെഡ്യൂളിനകത്ത് വന്നിട്ടുള്ള ബാങ്കുകളെയാണ് ഷെഡ്യൂൾഡ് ബാങ്ക് എന്ന് പറയുക. അത് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. നോൺ ഷെഡ്യൂൾഡ് ബാങ്ക് എന്തായിരിക്കും അപ്പോൾ? കൊമേഴ്സ്യൽ ബാങ്ക് വിച്ച് ഹാവ് എ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ആൻഡ് റിസർവ് ഓഫ് എൻ അഗ്രിഗേറ്റ് വാല്യൂ ഓഫ് ലെസ് ദാൻ 5 lakh. അതായത് ക്യാപിറ്റൽ 5 ലക്ഷത്തിന് താഴെ ആയിട്ടുള്ള കൊമേഴ്സ്യൽ ബാങ്കിനെയാണ് നമ്മൾ നോൺ ഷെഡ്യൂൾഡ് ബാങ്കായിട്ട് കണക്കാക്കുന്നത്. പക്ഷേ ഷെഡ്യൂൾഡ് ബാങ്ക് എന്ന് പറയുന്നത് എന്താണ്? സെക്കൻഡ് ഷെഡ്യൂളിൽ വരുന്നതാണ്. അപ്പോൾ നോൺ ഷെഡ്യൂൾ എന്ന് പറയുമ്പോൾ സെക്കൻഡ് ഷെഡ്യൂളിൽ വരുന്നതല്ലാന്ന് എഴുതി വയ്ക്കരുത്. കൊമേഴ്സ്യൽ ബാങ്കുകൾ അതിൻ്റെ ക്യാപിറ്റൽ 5 lakhന് താഴെയാണെങ്കിൽ അതിന് നമുക്ക് നോൺ ഷെഡ്യൂൾഡ് ബാങ്ക് എന്ന് പറയാൻ പറ്റും. നമുക്ക് എക്സിം ബാങ്ക് ഒക്കെ ക്വസ്റ്റ്യൻ വരാറുള്ളതാണ് കേട്ടോ. എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്കാണ് എക്സിം തന്നെയാണ് ചോദിക്കുക. അതിൻ്റെ ഫുൾ ഫോം ആദ്യം നിങ്ങൾ എഴുതണം. അതെന്താണ്? 1982 ആ ഇയർ അടക്കം പഠിച്ചു വയ്ക്കുക. ഒരു പബ്ലിക് സെക്ടർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഫോറിൻ ട്രേഡിനെ ഫെസിലിറ്റേറ്റ് ചെയ്യാനാണ്. എക്സ്പോർട്ട് ഇമ്പോർട്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഫോറിൻ ട്രേഡാണ്. അപ്പോൾ അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്തൊക്കെയായിരിക്കും? ഫോറിൻ ട്രേഡിനെ പ്രൊമോട്ട് ചെയ്യുക, ഫോറിൻ എക്സ്ചേഞ്ച് കൂടുതൽ നമുക്ക് കൊണ്ടുവരിക, ഫോറിൻ കൺട്രീസിൽ ജോയിൻറ്റ് വെഞ്ചേഴ്സ് ഉണ്ടാക്കുക, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുക. ഇതൊക്കെ തന്നെയാണ് അതിൻ്റെ ഒബ്ജക്റ്റീവ്സായിട്ടും ഫങ്ഷൻസായിട്ടൊക്കെ പറയാൻ പറ്റുക. ഇനി നമുക്ക്
കോപ്പറേറ്റീവ് ബാങ്ക്സ് ആണ്. കോപ്പറേറ്റീവ് എന്ന് പറയുന്നത് എന്താണ്? പ്രിൻസിപ്പിൾ ഓഫ് കോപ്പറേഷൻ ആൻഡ് ഡീൽ ഇൻ ഓർഡിനറി ബാങ്കിങ്. ഓർഡിനറി ബാങ്കിങ്ങും ആക്ടിവിറ്റിയും ചെയ്യും. കോപ്പറേഷൻ എന്നുള്ള ഒരു പ്രിൻസിപ്പളിനെ ബേസ് ചെയ്തിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ബാങ്കുകളാണ് കോപ്പറേറ്റീവ് ബാങ്ക്സ്. നബാർഡും ക്വസ്റ്റ്യൻ വരാറുള്ളതാണ്. നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്, ഒരു എപെക്സ് ഡെവലപ്മെൻറ്റ് ബാങ്കാണ്. അഗ്രികൾച്ചറിനെയും റൂറൽ ഡെവലപ്മെൻറ്റിനെയും വേണ്ടിയിട്ട് 1982 ഒരു എപെക്സ് എന്ന് പറയുന്നത് അതിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ കൂടിയാണ് നബാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഫങ്ഷൻ എന്തൊക്കെയായിരിക്കും? അതൊരു എപെക്സ് ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് വർക്ക് ചെയ്യുക, ഷോർട്ട് ടേം, മീഡിയം ടേം, ലോങ് ടേം ആയിട്ടുള്ള 3 രീതികളിലുള്ള ഫണ്ടും കൊടുക്കുക, റൂറൽ ക്രെഡിറ്റിനെ കോർഡിനേറ്റ് ചെയ്യുക, കോപ്പറേറ്റീവ് ബാങ്ക്സുകളെ ഇൻസ്പെക്റ്റ് ചെയ്യുക, അങ്ങനെയുള്ള കുറച്ച് ഫങ്ഷൻസ് നബാർഡിന് വരുന്നുണ്ട്. നമുക്ക് ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്കാണ്, വിച്ച് മീറ്റ് ദ ലോങ് ടേം ക്രെഡിറ്റ് റിക്വയർമെൻറ്റ് ഓഫ് അഗ്രികൾച്ചറലിസ്റ്റ് അഗെയിൻ സെക്യൂരിറ്റി ഓഫ് ദെയർ ലാൻഡ്. ലാൻഡ് ഡെവലപ്മെൻറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ലാൻഡിന് സെക്യൂരിറ്റി വെച്ചിട്ട് ഈ കൃഷിക്കാർക്കൊക്കെ നമുക്ക് ലോങ് ടേം ലോണുകൾ കൊടുക്കില്ലേ, അവരുടെ ഇത് പാട്ടം വെച്ചിട്ട് എന്നൊക്കെ പറയും, പണയം വെച്ചിട്ട് എന്നൊക്കെ പറയില്ല, പണയം എന്നല്ല, പാട്ടം വെച്ചിട്ട് അവർ ക്രെഡിറ്റ് കൊടുക്കാറുണ്ട്, കടം കൊടുക്കാറുണ്ട്. അതാണ് ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്ന് പറയുന്നത്. ഇത് നമുക്ക് മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് വിച്ച് പ്രൊവൈഡ് ഫിനാൻഷ്യൽ സർവീസസ് ലൈക്ക് മൈക്രോ ക്രെഡിറ്റ്, മൈക്രോ സേവിങ് ആൻഡ് മൈക്രോ ഇൻഷുറൻസ് ടു പുവർ പീപ്പിൾ. പാവപ്പെട്ട ആളുകൾക്ക് നമുക്ക് ചെറിയ രീതിയിലുള്ള കടം കൊടുക്കുക, സേവിങ്സ്, അതുപോലെ ഇൻഷുറൻസ്, ഇതൊക്കെ കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് മുദ്ര ബാങ്കാണ്, മൈക്രോ യൂണിറ്റ് ഡെവലപ്മെൻറ്റ് ആൻഡ് റീഫിനാൻസ് ഏജൻസി ബാങ്കാണ്. മുദ്ര ബാങ്കും ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഇറ്റ്സ് എ പബ്ലിക് സെക്ടർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇറ്റ് പ്രൊവൈഡ്സ് ലോൺസ് അറ്റ് മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇത് നമുക്ക് നരേന്ദ്രമോദി 2015 ലോഞ്ച് ചെയ്തിട്ടുള്ളൊരു ബാങ്കാണ്. അതിൽ നമുക്ക് മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഒക്കെ ലോൺ പ്രൊവൈഡ് ചെയ്യുക എന്നൊക്കെയുള്ള, അതുപോലെ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെ ലോൺ കൊടുക്കുക എന്നുള്ള ഒരു എയിം വെച്ചിട്ട് തുടങ്ങിയിട്ടുള്ളൊരു ബാങ്കാണ്. നമുക്ക് റീജിയണൽ റൂറൽ ബാങ്ക്. ആക്ച്വലി റീജിയണൽ റൂറൽ ബാങ്ക് എന്ന് പറയുമ്പോൾ that bank is aimed to enhance the local participation of the bank to meet the credit requirement of weaker section of the society. സൊസൈറ്റിയിൽ വീക്കറായിട്ടുള്ള, വളരെ വീക്കായിട്ടുള്ള ഒരു സെക്ഷൻ ഓഫ് പീപ്പിൾസിന് ക്രെഡിറ്റ് റിക്വയർമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അവർക്ക് അവരുടെ ലോൺ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കുക എന്നുള്ളതാണ് RRBയുടെ ഒരു എയിം എന്ന് പറയുന്നത്. അതിൻ്റെ ഡ്രോബാക്സ് എന്താണ്? ശരിക്കും ബ്രാഞ്ചുകൾ തമ്മിൽ വലിയ കോർഡിനേഷൻസ് ഒന്നുമില്ല. അതുപോലെ ഡെപ്പോസിറ്റ് എടുക്കുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടാണ്. അങ്ങനെയുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ ഈ ഒരു ബാങ്കിനുണ്ട്. ഇനി നമുക്ക് കുറച്ച് ടേംസുകളാണ്. ഗിഫ്റ്റ് ചെക്ക് എന്താണ്, ലെറ്റർ ഓഫ് ക്രെഡിറ്റ്, ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഗിഫ്റ്റ് ചെക്ക് എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകൾക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഗിഫ്റ്റ് മണി പോലെ നമുക്ക് ചെക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് ഈ ഗിഫ്റ്റ് ചെക്ക്. ദെൻ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രോമിസ് ബൈ എ ബാങ്ക് ഓൺ ബിഹാഫ് ഓഫ് ദ ബയർ. ഒരു ബയ്യറിന് പകരം, അതായത് ഒരാൾക്ക് പകരം നമ്മൾ ബാങ്ക് പേയ്മെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് ഒരു വാഗ്ദാനം കൊടുക്കുക, ഒരു ഗ്യാരണ്ടി കൊടുക്കുന്ന ഒരു ലെറ്ററാണ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ കടം വാങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിലും എനിക്ക് പകരം ബാങ്ക് തരും എന്നൊരു ജാമ്യം നിൽക്കില്ലേ, അതാണ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. ഇനി നമുക്ക് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ മെത്തേഡ് ഓഫ് ഓഫറിങ് ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസസ് ടു ഇൻഡിവിജ്വൽസ്, പ്രൊവൈഡ്സ് ഫിനാൻഷ്യൽ സൊല്യൂഷൻ ടു ഇക്കണോമിക്കലി ബാക്ക്വേർഡ് ഏരിയാസ്. അതായത് എല്ലാവർക്കും ഫിനാൻഷ്യലി ബാക്ക്വേർഡ് ആളുകൾക്കൊക്കെ എന്താണ് ഫിനാൻഷ്യൽ സർവീസ് ഓഫർ ചെയ്യുക. ഇപ്പോൾ നമ്മൾ മോദിയുടെ ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു, നമുക്ക് എല്ലാവരും അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം എന്നുള്ള ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു. അതായത് എല്ലാവരും ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ വീക്കറായിട്ടുള്ള ആളുകളും അതുപോലെ ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകളും എല്ലാവരിലേക്കും ഈ ഒരു ബാങ്കിങ് സിസ്റ്റം എത്തിക്കുക എന്നുള്ളതാണ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒബ്ജക്റ്റീവ്സും അതൊക്കെ തന്നെയായിരിക്കും. മൈക്രോ ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുക, ചെറിയ രീതികളിലുള്ള കാര്യങ്ങളാണല്ലോ, മൊബൈൽ ബാങ്കിങ്, ഫിനാൻഷ്യൽ ലിറ്ററസി ഇമ്പ്രൂവ് ചെയ്യുക, ഇതൊക്കെ തന്നെയാണ് അതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവായിട്ട് വരുന്നത്. അതും ഒബ്ജക്റ്റീവ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുക. അപ്പോൾ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ്റെ കുറേ സ്കീമുകളുണ്ട്. അതിലേതെങ്കിലും
കുറച്ചെങ്കിലും നിങ്ങൾ പഠിച്ച് വെച്ചിരിക്കുക. എന്ന് കുറേയൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. പ്രധാനമന്ത്രി ജൻധൻ യോജന PMJDY, അതുപോലെ അതിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകാൻ ചാൻസുള്ള മുദ്ര ലോണ്, അത് കേട്ടിട്ടുണ്ടാകും. പ്രധാനമന്ത്രി വന്ദന യോജന, അതുപോലെ അങ്ങനെ കുറച്ച് 2-3 ഒരു സ്കീമുകൾ നിങ്ങളൊന്ന് പഠിച്ച് വയ്ക്കാം. ഇനി എന്താണ് മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്? മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ സ്മോൾ ലോണുകൾ പീപ്പിളിന് പ്രൊവൈഡ് ചെയ്യുക, ഹൂ ഡു നോട്ട് ഹാവ് എനി ആക്സസ് ടു ബാങ്കിങ് ഫെസിലിറ്റീസ്. ഇൻഡസ്ട്രിയൽ ഫിനാൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇൻഡസ്ട്രീസിന് ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ BHIM ആധാർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ കോമൺ മൊബൈൽ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ NPCI ഫോർ എനി മെർച്ചൻറ്റ് അസോസിയേറ്റഡ് വിത്ത് BHIM Aadhaar pays service to allow them to accept payment from a customer of any bank. നമുക്ക് ഇത് ഈ ഒരു സിസ്റ്റം യൂസ് ചെയ്തിട്ട് ഏത് ബാങ്കിൽ നിന്നും കസ്റ്റമർക്ക് എന്ത് ചെയ്യാം? പേയ്മെൻറ്റ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സർവീസാണ്. ദെൻ ട്രാവലേഴ്സ് ചെക്ക് എന്ന് പറയുന്നത് മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ദാറ്റ് കൻ ബി യൂസ്ഡ് ഇൻ പ്ലേസ് ഓഫ് ഹാർഡ് കറൻസി. പിന്നെ ബാങ്ക് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ബാങ്കിങ്ങിലൂടെ ഇൻഷുറൻസ് പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്യാമെന്നൊക്കെ ഉള്ളത്. അങ്ങനെ കുറച്ച് ടേംസുകളും ഇതിലുണ്ട്. ഇതിൽ മെയിനായിട്ട് നിങ്ങൾ RRB, അതുപോലെ നബാർഡ്, അങ്ങനെയുള്ള എല്ലാ ബാങ്ക്സുകളും, കോപ്പറേറ്റീവ് ബാങ്ക്, കൊമേഴ്സ്യൽ ബാങ്ക്, അതെല്ലാതും അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, ഫങ്ഷൻസ് ഒക്കെ നന്നായിട്ട് പഠിക്കുക. അതെന്തായാലും ഏതെങ്കിലും ഒരു ബാങ്കും അതും ക്വസ്റ്റ്യൻ ചോദിക്കും ഉറപ്പായിട്ടും. ദെൻ ഫിനാൻഷ്യൽ ഇൻക്ലൂഷനും പഠിക്കുക. ഓക്കെ, അത് ഇതിൽ വളരെ ഷോർട്ടാക്കിയിട്ടാണുള്ളത്. ടെക്സ്റ്റ് ബുക്കിൽ തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ടുണ്ട്. പിന്നെ പലതും പല സൈഡുകളിലായിട്ടാണ് കിടക്കുന്നത്. ആ ഒരു സെക്കൻഡ് ചാപ്റ്റർ ഒരു അറേഞ്ച്ഡ് ആയിട്ടുള്ള ഒരു രീതിയിലല്ല ആ ഒരു ടെക്സ്റ്റ് ബുക്കിലുള്ളത്. അപ്പോൾ അതൊന്ന് ഈ ഒരു PDF ബേസ് ചെയ്തിട്ട് നിങ്ങൾ ആ ടെക്സ്റ്റ് ബുക്കും നോക്കിയിട്ട് പഠിക്കുക. ഓക്കെ.